2000-ലേറെ വർഷം പഴക്കമുള്ള കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് കൂത്ത്, ചാക്യാർ കൂത്തും നങ്ങ്യാർ കൂത്തും. സൗത്ത് ഓഫ് കൊച്ചിൻ 210 കിലോമീറ്റർ അകലെയുള്ള കൊച്ചിക്ക് തെക്ക് ഇത് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനം തിരുവനന്തപുരത്തെ മാർഗിയാണ്. 52 വർഷമായി ആ സ്ഥാപനം നിലനിൽക്കുന്നു. എങ്കിലും കൂടിയാട്ടം ക്ലാസ് തുടങ്ങിയത് 1981-ലാണ്. നമ്മുടെ ഇത് തുടങ്ങിയത് ഏറ്റവും പ്രഗത്ഭനായ അമ്മന്നൂർ മാധവ ചാക്യാരാണ് തുടങ്ങി വച്ചത്. അദ്ദേഹത്തിൻ്റെ അനുജനായ കൊച്ചുകുട്ടൻ ചാക്യാർ പിന്നീട് വന്നിത് തുടങ്ങി. കൊച്ചുകുട്ടൻ ചാക്യാരുടെ 2 കൊച്ചു മക്കൾ, മൂത്ത മകൻ നാരായണൻ, ഇളയ മകൻ മധു, അവരന്ന് ഇത്രയേ ഉള്ളൂ, ഏറ്റവും ചുരുക്കമാണ്. മാർഗി സ്ഥാപിച്ച അപ്പുക്കുട്ടൻ നായർ സാറ് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. കൊച്ചുകുട്ടൻ ചാക്യാരാശാൻ നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. 2 ആൺമക്കളും ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന കൂടിയാട്ടം കലാകാരന്മാരും കൂത്തു പറയുന്ന ചാക്യാർമാരും ആണ് എന്ന് പറയുവാൻ അവരുടെ സംഭാവന, അല്ലെങ്കിൽ മാർഗിയുടെ ഏറ്റവും ഉത്തമമായ സംഭാവനകളാണ് മാർഗി സജീവ് നാരായണ ചാക്യാരും മാർഗി മധുവും. അനുജൻ മധു കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. നാരായണൻ മാർഗിയിലെ കൂടിയാട്ടം വിഭാഗത്തിൻ്റെ മേധാവിയായി ജോലി ചെയ്യുന്നു. 2001 മെയ് മാസത്തിൽ വിഖ്യാത ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണൻ സാർ സംവിധാനം ചെയ്ത് ഒരു കൂത്തിനെ പറ്റിയുള്ള വിഖ്യാതമായ ഒരു CD, ഒരു ചിത്രം റെക്കോർഡ് ചെയ്ത് അമേരിക്കയിൽ കാണിച്ചതുകൊണ്ടാണ് യുനെസ്കോ റിക്കഗ്നീഷൻ കിട്ടിയത്.
ഇരിക്കുന്ന കർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. തസ്മൈ നമഃ കർമ്മണേ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന കർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. നമസ്കരിക്കേണ്ടായില്ലേ? അതാരാന്ന് ചോദിക്കേണ്ടായത്? തൻ്റെ വേഷവും സമ്പ്രദായമൊക്കെ കൂടി കണ്ടപ്പോൾ ഇതുപോലെ പന്തിയല്ലാത്ത വേഷമല്ലാതെ സാമാന്യം പോലെയുള്ള വേഷമായിട്ട് കണ്ടോണ്ടായി ചോദിക്കണതേ. ഇന്നിപ്പോൾ ഏത് വേഷവും കെട്ടി എവിടെയും കയറുന്ന ഒരു വേഷം കെട്ടാണല്ല, അല്ലാതെ കൊണ്ട് കാര്യമായിട്ടുള്ളതൊന്നും ഇല്ലാന്ന് നോക്കിയാ. എൻ്റെ വേഷവും സമ്പ്രദായമൊക്കെ കൂടി കണ്ടപ്പോൾ മറ്റുള്ളവരുടെ പോലെ അല്ല, എന്തോ നമസ്കാരമൊക്കെ ഉള്ള കൂട്ടത്തിൽപ്പെട്ട ആളാന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കേണ്ടായത്. അതാ ചോദിക്കേണ്ട, ആരെയാ നമസ്കരിക്കേണ്ടായത് എന്ന്. ഒരു ആരെയാ നമസ്കരിക്കേണ്ടായത് എന്ന്. തസ്മൈ നമഃ കർമ്മണേ. അപ്രകാരമെല്ലാം ഇരിക്കുന്ന കർമ്മത്തിനായിക്കൊണ്ട് നമസ്കരിക്കണു. കർമ്മോ ഇടോ, ഇങ്ങനെ നമസ്കരിക്കാൻ പാകത്തിന് ഇത്രയ്ക്കൊക്കെ ഒരു വൈഭവം ഉണ്ടോ കർമ്മത്തിന്? ഈ നമസ്കരിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു ക്രമമൊക്കെ ഇല്ലേ? ഇന്ന പ്രകാരത്തിലുള്ളവരെ നമസ്കരിക്കാൻ അതിനൊരു ക്രമം ഉണ്ടല്ലോ. ഇല്ലല്ലേ, ഇന്നല്ല അക്രമേ ഉള്ളൂ, ക്രമം ഒന്നിനുമില്ല, ഒക്കെ അക്രമമായിട്ടേ ഉള്ളൂ. അപ്പോ അതെങ്ങനെയാണ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അതിന് യോഗ്യതകൾ വേണം. അങ്ങനെയുള്ള നമസ്കരിക്കാന്നുണ്ട്. അതെ, എല്ലാവരും അങ്ങനെ നമസ്കരിക്കാൻ പതിവില്ല. ഇന്ന് നമസ്കരിക്കൽ പതിവില്ല. വായോണ്ടേ ഉള്ളൂ, പ്രവൃത്തി കൊണ്ടില്ല. എന്താ നമസ്കാരം പറയുള്ളൂ, ഈ പറയലേ ഉള്ളൂ, പ്രവൃത്തിയില്ലാണ്. എന്നാ അങ്ങനെ ആയിട്ടുണ്ട്. നമസ്കാരം പറയലേ ഉള്ളൂ, നമസ്കരിക്കലില്ല. ആരെങ്കിലും നമസ്കരിക്കുന്നുണ്ടായിട്ടോ അത്രയും കാലത്തേക്ക്? ആലോചിക്കുക, ഉണ്ടാവില്ല, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമസ്കാരം പറയലേ ഉള്ളൂ, നമസ്കരിക്കലില്ല. എങ്കിലും വേണ്ടില്ല, ആ നമസ്കരിക്കണതിനൊരു ക്രമമൊക്കെ ഉണ്ട്. ഇന്ന ആളുകളെ നമസ്കരിക്കുക, ഇന്ന യോഗ്യതകൾ വേണമെന്നൊക്കെ ഉണ്ട്. താനെന്താ ഇപ്പൊ മറ്റുള്ളവരൊന്നും പോരാ എന്ന് വിചാരിച്ച് ഈ കർമ്മത്തിനെ നമസ്കരിക്കാൻ പുറപ്പെടുകയുണ്ടായത്? ഇത്രയ്ക്കൊക്കെ വൈഭവം ഉണ്ടോ കർമ്മത്തിന്? കർമ്മത്തിന് വൈഭവം ഉണ്ടോന്നോ? കർമ്മത്തിന്റെ പോലെ വൈഭവം ഉണ്ടായിട്ട് വേറൊരു വസ്തു ഇല്ലാന്ന് വേണം പറയാൻ. അത് ഓരോരുത്തർക്കും ഓരോ പ്രകാരത്തിലാണ് ആ കർമ്മത്തിന്റെ അവസ്ഥ. ഇതുകൊണ്ടോ ഈ സ്ഥാനേക്കടെ വല്ല കാര്യം ഉണ്ടായത്? ഒരു സ്ഥാനമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ആളാ. അത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു വിടണമെന്ന് വിചാരിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്, അറിയണോണ്ട് പറയാ. എന്നിട്ട് ഇവിടുത്തെ ഈ സ്ഥാനേക്കട്ട കാര്യം ഉണ്ടായിരുന്നോ? എന്താ അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ ശക്തി അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ഓരോരുത്തർക്കും ഓരോരോ പ്രകാരത്തിലാണ് ആ വൈഭവം. അവനോന്റെ കർമ്മത്തിന്റെ വൈഭവം വിചാരിച്ചാൽ എന്നെ ചോദിച്ചു വെക്കോളൂ. ഈ പറയണത് ഒന്നും മനസ്സിലാവില്ല, എങ്കിലും ഇവിടെ ഒന്നിങ്ങനെ വേഷം കെട്ടി ഇരിക്കേണ്ടി വന്നില്ലേ? അത് അദ്ദേഹത്തിന്റെ ഒരു കർമ്മം എന്ന് വിചാരിച്ചാൽ മതി. അപ്പോ ഇത്ര വൈഭവം ഉണ്ടായിട്ട്, ആ കർമ്മത്തിന്റെ പോലെ വൈഭവം ഉണ്ടായിട്ട് വേറൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറയേണ്ട കർമ്മത്തിനെ നമസ്കരിക്കാൻ പുറപ്പെടേണ്ടായത്. എടോ, മറ്റുള്ളവരെക്കാളും ഒക്കെ കർമ്മത്തിന് വൈഭവം ഉണ്ടോ? കർമ്മത്തിന് വൈഭവമുണ്ട്. പോടോ, എനിക്ക് എന്തെന്ന് പറയാം, ആരും തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ ഈ തട്ടിവിടുന്നത്? അല്ലടോ, കർമ്മത്തിന് വൈഭവമുണ്ട്. ഞാൻ തന്നെ ബോധ്യപ്പെടുത്തി തരാം കർമ്മത്തിന് വൈഭവം ഉണ്ടോന്ന്. എടോ, ഇന്ന് കർമാധീനന്മാരല്ലാതെ കണ്ട് ലോകത്തില് ആരുമില്ല. സകലരും എല്ലാവരും കർമാധീനന്മാരാ, ഓരോരോ പ്രകാരത്തിലാണ്. മനുഷ്യരെല്ലാവരും, മനുഷ്യരെന്നല്ല അതിന്റെ മുകളിലുള്ള ആൾക്കാരും. അതിന്റെ മുകളിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ദേവന്മാര്. ദേവന്മാര് കർമാധീനന്മാരാണോ? ദേവന്മാരല്ല, അതിന്റെ മുകളിലുള്ള ആൾക്കാരില്ലേ, അവരുടെ ദേവന്മാരായിട്ടേ പ്രധാനപ്പെട്ട 3 പേര് ഇല്ലേ? ആരാത്? ത്രിമൂർത്തികള്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാര്. അവര് കർമാധീനന്മാരാണോ? അവരും കർമാധീനന്മാരാ. ഈ കർമ്മത്തിന്റെ വൈഭവം കൊണ്ടാണ് ഇതുവരെ കാണിക്കാത്ത പോലെയൊക്കെ കാണിച്ചതേ. അതുകൊണ്ടല്ലേ എല്ലാവരും കൂടെ വാഹനത്തിൽ കയറി ചുറ്റി കറങ്ങുണ്ടായത് കുറേ ദിവസം.
അല്ലെങ്കിൽ എല്ലാ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? കുറെ ദ്രവ്യം ചെലവാക്കി എന്നല്ലാതെ ഉണ്ട്. അത് കർമ്മത്തിന്റെ ഒരു വൈഭവം അങ്ങനെ ഒന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ കർമ്മം അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ കർമാധീനന്മാരല്ലാതെ കണ്ട് ലോകത്തിലാരും ഇല്ല എന്ന് വേണം പറയാൻ. അപ്പൊ താൻ പറയണത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാര് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായിരിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാര് കർമാധീനന്മാരാണെന്നാണോ പറയുന്നത്? കർമാധീനന്മാരാണ്. പോടോ, എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയിട്ടല്ലേ? പറയല്ല, എനിക്ക് എന്റെ ഗുണദോഷം ഇല്ലാത്തതുകൊണ്ടാണ് ജീവിതമൊക്കെ തട്ടിവിടുന്നേ. എന്താണ് ഗുണദോഷം നോക്കിയിട്ടല്ല പറയേ, ഇങ്ങോട്ട് പറയാൻ പറഞ്ഞങ്ങോട്ട് പറയുന്നേ ഉള്ളൂ. അല്ലാതെ കണ്ട് പറയണ നേരെയാണോന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല പറയാ. പ്രപഞ്ച സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ്, അതുപോലെ തന്നെ ലോകരക്ഷാപുരുഷനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ, അതുപോലെ തന്നെ സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ, ഇവരെല്ലാവരും കർമാധീനന്മാരാണോ? ഇവരൊക്കെ കർമാധീനന്മാരാ. ഓ മാലും എനിക്ക് ഇങ്ങനെ ഇവിടെ പറയാൻ തോന്നുന്നുണ്ടോന്നില്ല. പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തും പറയുന്നു ഞാൻ വിചാരിക്കേണ്ടായില്ല കേട്ടോ. ഞാൻ പറയില്ല എന്നുള്ള കാര്യം പറയാലോ. എന്താണ് തട്ടിവിടുന്നു ഞാൻ വിചാരിക്കേണ്ടായില്ല. ഓ താൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു വരുന്നില്ല. എന്താ ഇപ്പൊ തന്നോട് ആരും തിരിച്ചു ചോദിക്കില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ അതിന് വേണ്ടിയിട്ട് അതിന് മുൻകൂട്ടി ആരും പറയരുതെന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടേ പറയില്ല എന്നുള്ള ആ ധൈര്യത്തിലല്ലേ ഇപ്പോ ഇങ്ങനെ പറയേണ്ടത്. അല്ലടോ, ഞാൻ തന്നെ ബോധ്യപ്പെടുത്തി തരാം. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാര് കർമാധീനന്മാരാണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി തരാം. ഓ എന്നാൽ അതെന്താണെന്ന് അറിയല്ലോ. തലങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞു പോകാന്ന് വിചാരിക്കണ്ട. ഇത് വെറുതെ ഒന്നും അല്ലാതെ പറയിപ്പിക്കണതേ. അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് അത് വേണമെന്ന് വിചാരിച്ചിട്ട് എന്നെ പറയിപ്പിക്കാൻ പുറപ്പെടേണ്ട. അതുകൊണ്ടാണ് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞ് ഒഴിയാന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഞാൻ ബോധ്യപ്പെടുത്തി തരാൻ തന്നെ. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാര് കർമാധീനന്മാരാണ് എന്ന് ഞാൻ തന്നെ ബോധ്യപ്പെടുത്തി തരാം. ഒന്ന് പറയാ എന്താ അവരുടെ കർമാധീനത? അത് പറയാം. ബ്രഹ്മായേന കുലാലവൻ നിയമിതോ ബ്രഹ്മാണ്ഡ ഭാണ്ഡോധരേ വിഷ്ണുര്യേവ ദശാവതാരഗഹനേ ക്ഷിപ്തോ മഹാസങ്കടേ ശംഭുര്യേന കപാലപാണിപുടകോ ഭിക്ഷാടനം കുർവതേ സൂര്യോ ഭ്രാമ്യതി നിത്യമേവ ഗഗനേ തസ്മൈ നമഃ കർമ്മണേ തസ്മൈ നമഃ കർമ്മണേ. അപ്രകാരം എല്ലാം വൈഭവത്തോടു കൂടിയിരിക്കുന്ന ആ കർമ്മത്തിനെ ഞാൻ നമസ്കരിക്കണു. ഞാൻ പറഞ്ഞൂലോ ആ ത്രിമൂർത്തികള് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് കർമാധീനന്മാരാണെന്ന് ഞാൻ പറയേണ്ടായില്ലേ. എന്താ അവരുടെ കർമാധീനത? ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ആദ്യത്തെ ആള് ബ്രഹ്മാവ്, പ്രപഞ്ച സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിന്റെ കർമാധീനത എന്താ? ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരേ കുലാലവൻ നിയമിത. ബ്രഹ്മാവ് ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരത്തിങ്കൽ കുലാലനോട് സമനായിട്ട് ഭവിക്കണു. ബ്രഹ്മാവ് ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരത്തിങ്കൽ ഈ ബ്രഹ്മാണ്ഡത്തിങ്കൽ കുലാലനോട് സമനായിട്ട് ഭവിക്കണു. പ്രപഞ്ച സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവും കുലാലനും ഒരുപോലെയാണ്. തനിക്കൊരു സമാനം കണ്ടു കേട്ടോ. രണ്ട് ആൾക്കാരെ ബ്രഹ്മാവും കുലാലനും ഒരുപോലെയാണ്. വേറെ ആരെയൊക്കെ കിട്ടിയില്ല. ബ്രഹ്മാവിന്റെ സ്ഥിതി എന്താ, കുലാലന്റെ സ്ഥിതി എന്താ? താൻ ഇങ്ങനെയാണോ? അതേടോ, ആ ബ്രഹ്മാവ് ഈ ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരത്തിങ്കൽ കുലാലിന് തുല്യമായിട്ട് വസിക്കുക. കാരണം എന്താ? യാതൊരു കർമ്മത്തിന്റെ വൈഭവം തന്നെ എന്താ നോക്കണമെന്നറിയോ? എന്ത് നോക്കിയാലും തിരിയാനൊരു സാധനമുണ്ട്. അതിൽ അവനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ ഉണ്ടല്ലോ.
എന്ത് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കണ്ടുപിടിക്കാനുള്ള സാധനം അതിനെ കൈ കൊണ്ട് നടക്കണേ. ഇപ്പൊ എന്തെങ്കിലും സംശയം തോന്നി അപ്പം നോക്കിയാൽ മതി, തല്ലി നോക്കിയാൽ അപ്പം അറിയാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നോക്കണം. ബ്രഹ്മാവും പത്ത് രണ്ടും തുല്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കാൻ വേണ്ടി പോയതാ, സംശയം ചോദിക്കാൻ വേണ്ടി പോയതാ. അപ്പോ ആ ബ്രഹ്മാവും കുലാലനും ഒരുപോലെയാണോ? ഒരുപോലെയാ. ഓ പ്രപഞ്ച സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവും കുലാലനും ഒരുപോലെയാ. ഒരുപോലെയാ, ഒരു വ്യത്യാസമില്ല. അത്ര വിശ്വാസമായില്ല. മുഖത്തേക്ക് നോക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇത് വെറുതെ പറയുകയാണ്, അത്ര നല്ല നേരെയാവില്ലാന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആട്ടെ, കുലാലൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? സംശയവും. അവൻ്റെ നല്ല പേര് പറഞ്ഞാൽ അവന് സുഖാവില്ല. അതായത് കോശവൻ. തൻ്റെ മുഖത്ത് നോക്കി പറയാണ്ടിരിക്കാനാണ് ഈ കൊലാലൻ ഞാൻ കുറച്ച് കഴിച്ചു കൂട്ടിയതേ. ഈ പറഞ്ഞാൽ അത് വലിയ വിവാദവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാക്കുകളൊന്നും ഇപ്പോൾ പറയാണ്ടിരിക്കുന്നതേ. എടോ, ആ കുലാലനും ഈ ബ്രഹ്മാവും ഒരുപോലെയാണോ? ഒരുപോലെയാ. ഓ അതെങ്ങനെയാണോ ഒരുപോലെയാണത്? യാതൊരു കർമ്മത്തിന്റെ വൈഭവം തന്നെ ബ്രഹ്മാവിന്റെ പ്രവൃത്തി എന്താ? അതായത് ആരെങ്കിലും ഒരാളുടെ ഗുണദോഷം ഉണ്ടെങ്കിൽ പറയാൻ എളുപ്പമുണ്ടാവില്ല. ഇവിടെ അധികം നേരം പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത്ര സമയമേ പറയാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ടായി പറഞ്ഞു, പറയാൻ സമയം നിശ്ചയിച്ചാൽ തന്നെ പറയൽ നേരെയാവില്ല. പറയണ ആളുടെ ഇഷ്ടത്തിന് പറയാറാവണം, എന്നാലേ പറയൽ നേരെയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പറയലേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇത്ര സമയത്ത് കൂടുതൽ പറയുന്നത് മുമ്പേ കൂടി പറഞ്ഞിട്ടുണ്ട്. നിശ്ചയിച്ചേക്കാളും സമയം കുറച്ചു, എന്നിട്ട് അടുപ്പ് പറയാൻ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏത് ആരെങ്കിലും ഒരാളുടെ ഗുണദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ ആളുടെ പറയുമ്പോൾ അതുപോലെ അല്ലേ എന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാ ഇത് തല കുലുക്കുന്നുണ്ട്. ഇത് രണ്ടർത്ഥത്തിലോ എന്ത് അറിയാമെന്നും ഇല്ലയെന്നും ആവേ. ഇപ്പൊ എന്തുവർത്ഥത്തിലോ വിചാരിച്ചായി പറയാ. ബ്രഹ്മാവിന്റെ പ്രവൃത്തി എന്താ? ബ്രഹ്മാവിന്റെ പ്രവൃത്തി പ്രപഞ്ച സൃഷ്ടി. ബ്രഹ്മാവ് സൃഷ്ടിക്ക് നാഥനായിട്ടുള്ളതല്ലേ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങൾക്ക് സൃഷ്ടിക്ക് നാഥനായിട്ടുള്ള ആളാണ് ബ്രഹ്മാവ്. കുലാലനോ? കുലാലന്റെ അത് തന്നെയാണ്. കുലാലൻ സൃഷ്ടിക്കേ പറഞ്ഞു കേട്ടല്ലേ ഒരാൾ. കുലാലൻ സൃഷ്ടിച്ചു. എടോ, സൃഷ്ടിക്കുക എന്ന് പറഞ്ഞെന്താ? സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. കുലാലന്റെ പ്രവൃത്തി എന്താ? ഉണ്ടാക്കല്. എടോ, ബ്രഹ്മാവ് വലിയ ആളായതുകൊണ്ട് ബ്രഹ്മാവിന്റെ ഉണ്ടാക്കൽ സൃഷ്ടിക്കലായി. കുലാലൻ നിസ്സാരനായതുകൊണ്ട് അവന് ഉണ്ടാക്കലായി. എത്ര വ്യത്യാസമുള്ളൂ. എൻ്റെ വേറെ പ്രവൃത്തി ഒന്നും തന്നെയല്ലേ? അതെ, അങ്ങനെ നോക്കിയാൽ ശരിയാ. അങ്ങനെയല്ലേ? കേമന്മാർ ചെയ്താൽ അത് കേമാവും. നിസ്സാരമുള്ളവൻ നല്ലത് ചെയ്താലും അപ്പോഴും നിസ്സാരമായിട്ടിരിക്കുള്ളൂ. അങ്ങനെയാണ്. അതപ്പോ ബ്രഹ്മാവ് കേമനായോണ്ട്, പ്രപഞ്ച സൃഷ്ടികർത്താവായോണ്ട് ബ്രഹ്മാവിന്റെ ആ ഉണ്ടാക്കല് സൃഷ്ടിക്കുക എന്ന് പറയും. കുലാലൻ നിസ്സാരനായോണ്ട് കുലാലന്റെ സൃഷ്ടിക്കുക എന്ന് പറയില്ല, ഉണ്ടാക്കലായിട്ടേ പറയുള്ളൂ. അപ്പോ രണ്ടുപേരുടെയും പ്രവൃത്തി ഒരുപോലെയാ. അതെ, ബ്രഹ്മാവ് എന്തുകൊണ്ടാ സൃഷ്ടിക്കുക പതിവ്? വിഷയമുണ്ടോ? ബ്രഹ്മാവ് എന്തുകൊണ്ടാ സൃഷ്ടിക്കാന്ന് അറിയാം. അതായത് പഞ്ചഭൂതങ്ങളെ കൊണ്ട്. കുലാലനോ അതേ പഞ്ചഭൂതങ്ങളെ കൊണ്ടാ സൃഷ്ടിക്കുക. കുലാലൻ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുക. അതേടോ, ബ്രഹ്മാവ് സൃഷ്ടിക്കേണ്ട സാധനങ്ങളെ കൊണ്ട് തന്നെ കുലാലിന് സൃഷ്ടിക്കണത്. ബ്രഹ്മാവ് പഞ്ചഭൂതങ്ങളെ കൊണ്ടല്ലേ സൃഷ്ടിക്കുന്നത്. അതെനിക്ക് സംശയമില്ല, ഉറപ്പാ. എന്നാ കുലാലിനും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വരില്ല. ഉവ്വടോ. അതെ, പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ കേമായിട്ട് പഞ്ചഭൂതം എന്ന് വെച്ച് എന്തുകൊണ്ടിരിക്കല്ലേ? കേമായിട്ട് പറയല്ലേ? എന്തായി പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരു ഭൂതം ഇല്ലാത്താന്ന് തോന്നുന്നു, ഭൂതമില്ല ഭാവി ഇല്ലാന്ന് തോന്നുന്നു. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാലേ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പൃഥ്വി വായു ആകാശങ്ങൾ. അതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒടും മുഴുവനും കൂടെ മനസ്സിലായില്ല. തല ഇങ്ങനെ ആട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ. മനസ്സിലായിട്ടൊന്നുമല്ല, സംശയമൊന്നുമില്ല. അപ്പോ ഇവിടെ പൃഥ്വി വായു ആകാശങ്ങൾ. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിനല്ലേ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചാൽ പഞ്ചഭൂതം ആസ്പദമാക്കിയിട്ടുള്ള പ്രയോഗം എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയാൻ പുറപ്പെട്ടത്. ഇപ്പൊ എന്തായി പഞ്ചഭൂതങ്ങൾ എന്നാണെങ്കിൽ മനസ്സിലാവേണ്ടത്. ഇത് കഴിഞ്ഞാൽ എന്തിനാ പോയത്? അതവിടെ ആ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയണ്ടായി. എന്നിട്ട് എന്താ മനസ്സിലായേ ആവോ? അപ്പൊ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ തന്നെ. അത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് കേട്ടോ. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പൃഥ്വി വായു ആകാശങ്ങൾ. അതിനാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അതിന് സംശയവും.
അല്ല ആദ്യത്തെ പൃഥ്വി. പൃഥ്വി പൃഥ്വി എന്ന് പറഞ്ഞാൽ എന്താ? ആ മേപ്പോട്ട് നോക്കണ്ട, മുകളിലേക്ക് പോകണ പൃഥ്വി അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് പേര് മാത്രമേ ഉള്ളൂ. ഇനി പൃഥ്വി പൃഥ്വി എന്ന് പറഞ്ഞാൽ മണ്ണ്. ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ മണ്ണ് വേണ്ടേ? ബ്രഹ്മാവിന് വേണം, സംശയമില്ലാത്ത കാര്യം. കുലാലിനോ? കുലാലിന് വേണ്ട. കുലാലിന് വേണ്ടേ? വേണ്ട. പിന്നെ കുലാലൻ എന്തുകൊണ്ടാണ് ഈ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്? മണ്ണുകൊണ്ടല്ലേ. അപ്പൊ പൃഥ്വി എന്ന് പറഞ്ഞാൽ മണ്ണാണെന്നുണ്ടെങ്കിൽ മണ്ണാണെന്നല്ല, മണ്ണാണ് ഇനി, അല്ലാതെ മണ്ണ് വരി വേറെ ഒന്നുമില്ല. പൃഥ്വി അങ്ങനെയാണെങ്കിൽ കുലാലിന് വേണം. അപ്പോ ആദ്യത്തെ വേണം, കറക്കയ്യോല കേട്ടോ. അപ്പോ പൃഥ്വി വേണം. രണ്ടാമത്തത് അപ്പ്. അപ്പ് എന്ന് പറഞ്ഞാൽ ഞെരുക്കവും. നീട്ടി പറഞ്ഞപ്പോൾ എൻ്റെ പലർക്കും അറിയില്ല. ഇത് ആപ്പായാലേ അതാണെന്ന് എല്ലാവർക്കും അറിയാം, ഇതൊന്നും അറിയില്ല. നോക്കിക്കോളൂ. അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോ ഇത് അപ്പ എന്ന് പറഞ്ഞാൽ അപ്പ എന്ന് പറഞ്ഞാൽ ഇതെന്താ എണീറ്റ് പോണെന്ന് അറിയോ? ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാ വേഗമാണ് പോയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇല്ല പലതും പറയുന്നുണ്ട്, ഒരു സഹ മനസ്സിലാവണമില്ല. അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കാൻ എന്നിട്ട് ഒന്നും മനസ്സിലാവില്ല. അതായി അപ്പ എന്ന് പറഞ്ഞാൽ വെള്ളം. ബ്രഹ്മാവ് സൃഷ്ടിയില് വെള്ളം വേണം. ബ്രഹ്മസൃഷ്ടിന്നല്ല, ഇന്ന് പിടിച്ചു നിൽക്കുന്നത് വെള്ളം കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് തന്നെ. ബാക്കിയൊക്കെ നശിച്ചെങ്കിലും വെള്ളത്തിന്റെ ഒരു കാര്യത്തുമേ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് അതോടുകൂടി കഴിഞ്ഞേനെ അല്ലേ. ഇപ്പോ ബ്രഹ്മസൃഷ്ടിക്ക് വെള്ളം വേണം, സംശയമില്ല. ഇപ്പോ വെള്ളം വേണം. കുലാലിനോ? കുലാലിന് വേണ്ട. മണ്ണ് മാത്രം ഉണ്ടായാൽ പാത്രം ഉണ്ടാക്കാൻ പറ്റുമോ? ആ മണ്ണ് വെള്ളം ഒഴിച്ച് കുഴച്ച് ആ പാത്രം ഉണ്ടാക്കാൻ പാകത്തിനാക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ വേണം. അങ്ങനെയല്ല, അങ്ങനെ വേണം. അപ്പോ രണ്ടാമത്തെ വേണം. പറഞ്ഞത് അത്ര സുഖമില്ല, അതാണ് എനിക്ക് പോണത്. ഇയാൾ പറഞ്ഞ് ഈ സുഖമല്ല, എന്തോ വേറെ എന്തോന്ന് വിചാരിച്ചിട്ടാണ് കേമായിട്ട് വന്നിരുന്നത്. ഇതാണല്ലേ പറയണത്. ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ എന്തോന്നാണ് ധരിച്ചിട്ടാണ് കേമായിട്ട് മുമ്പിൽ തന്നെ വന്നിരുന്നത്. ഇപ്പൊ പറഞ്ഞപ്പോഴാ ഇതാണല്ലേ ഈ ഭൂതം. ഈ ഭൂതത്തിന് ഇനി വേണ്ടതാ. അപ്പോ വെള്ളം വേണം, സംശയമില്ല. ആ മണ്ണ് കൂട്ടി കുഴച്ച് അപ്പൊ രണ്ട് വേണം. പൃഥ്വി വേണം, അപ്പം വേണം. തേജസ് വേണ്ടേ? ബ്രഹ്മസൃഷ്ടിക്ക് വേണം, സംശയമില്ല. സ്വതേ പറയാറുണ്ട്, ഇതെന്താ ഇങ്ങനെ ഇരിക്കണം, ഒരു തേജസ്സില്ലല്ലോ എന്ന് ഇല്ലേ. കുലാലിനോ? കുലാലിന് വേണ്ട. കുലാലിനും വേണം. സ്വതേ എന്താ ഈ തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനാ തേജസ് എന്ന് പറയാ? അഗ്നിക്കാണ് തേജസ് എന്ന് പറയാ. പഞ്ചഭൂതങ്ങളിൽ പ്രധാനമായിട്ടുള്ളതാണ് അഗ്നി. അഗ്നിക്കാണ് തേജസ് എന്ന് പറഞ്ഞത്. കുലാലിന് അഗ്നിയുടെ ആവശ്യമുണ്ടോ? അത് ആവശ്യമുണ്ട്. അത് ആ മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ തീ കത്തിച്ച് ആ ചൂളയിൽ വെച്ച് വേവിച്ചെടുത്താലേ അത് ഉപയോഗത്തിനാവുള്ളൂ ഇല്ലേ. അല്ലാതെ എടുത്താൽ അത് ഉണ്ടാക്കിയ പോലെയാവും. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കണേ? മണ്ണുകൊണ്ട്. അത് ഉപയോഗിച്ചാൽ മണ്ണ് പോലെ തന്നെ ആവുന്നു. അപ്പൊ അതിൽ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചൂളയിൽ വെച്ച് കത്തിച്ച് അതിൽ വെച്ച് പാകമാക്കിയതിൻ്റെ ശേഷമാണ് ഇത് ഉപയോഗിക്കാൻ എടുക്കുക. അപ്പോ തേജസ് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ വേണം. അങ്ങനെയാണെങ്കിലല്ല വേണം. അപ്പോ 5 എണ്ണത്തിൽ 3 എണ്ണം വേണം. 3 എണ്ണല്ല 5 വേണം. സംശയമില്ല. തനിക്കല്ല സംശയമുള്ളൂ, എനിക്ക് സംശയം തന്നെ ഇല്ല. അപ്പോ പൃഥ്വി, അപ്പ്, തേജസ്, വായു വേണ്ടേ? ബ്രഹ്മസൃഷ്ടിക്ക് വേണം. ബാക്കി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വായു ഇല്ലെങ്കിൽ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. വായു അങ്ങോട്ട് ഇല്ലാണ്ടായാൽ കഴിഞ്ഞു. ഈ നടക്കണതൊക്കെ ഒരിടത്ത് നിൽക്കും. ഇത് വായുവിൻ്റെ ശക്തിയാണ് അങ്ങനെ നടക്കണതേ. ഇതുകൊണ്ട് വായു ഇല്ലാണ്ടായാൽ അത് നിന്ന പോലെ അവിടെ നിൽക്കും, അനങ്ങില്ല. പിന്നെ വായു വേണം, സംശയമില്ല. വായു വേണം. അല്ലേ? മറ്റുള്ള ഒക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. വായു ഇല്ലെങ്കിൽ മറ്റൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. വായു ഇല്ലാണ്ടായാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിക്കേണ്ടായിട്ടുണ്ടോ? വായു സമരം തുടങ്ങിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല വായു കിട്ടണമെങ്കിൽ സമയം വേണ്ടി വരാം. അതുപോലെ ആയി തീർത്തിട്ടുണ്ട് വായുവിൻ്റെ അവസ്ഥ. മാലിന്യമാലിന്യമാലിന്യമായിട്ട് പണ്ടല്ലാണ്ട് ആക്കി തീർത്ത് തുടങ്ങിയിട്ട്. അപ്പോൾ സാമാന്യം പോലെയുള്ള വായു വേണമെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും, സംശയമില്ലാത്ത കാര്യം. എങ്കിലും വേണ്ടില്ല, വായു പ്രധാനപ്പെട്ടതാണ്. അപ്പോ ബ്രഹ്മസൃഷ്ടിക്ക് വേണം. അതെനിക്ക് കുലാലിനോ? കുലാലിന് വേണ്ട. കുലാലിന് വേണോ? കുലാലിനും വേണം.
അതെന്തിനാണോ? അതിന് പാത്രങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യലൊക്കെ ഉണ്ടോ വായുവിന്? അതിനല്ല. എന്താ ഈ വായു എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ് വേണ്ടേ? അപ്പൊ ആ പാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് കാറ്റ് കൊണ്ട് വലിയണം. വലിഞ്ഞ് ആ പാകമായി കഴിഞ്ഞാലാണ് പിന്നെ ചൂളയിലേക്ക് വെച്ച് പാകത്തിനാക്കി എടുക്കുക. അപ്പൊ ആദ്യം ആ കാറ്റ് കൊണ്ടത് വേണം. വായുവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുലാലിനും വായു വേണമെന്നുള്ള ആവശ്യമില്ല, അത് വേണം, സംശയമില്ല. അപ്പോൾ 4 ഇപ്പോൾ പൃഥ്വിയായി, അപ്പായി, തേജസ്സായി, വായുവായി. നീ അടുത്തത് ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് വേണം, സംശയമില്ല. എന്താ ആകാശം എന്ന് പറഞ്ഞാൽ? എന്താ? ഒന്നുമില്ലാത്ത സ്ഥലം. ഏതാണ്ട് ഇവിടെയും അതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആകാശവും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം ആയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആകാശം അത് ബ്രഹ്മാവിന് വേണം, സംശയമൊന്നുമില്ല. ഇനി ബാക്കി എന്തെങ്കിലും ഒന്ന് പരീക്ഷിക്കാനുണ്ടെങ്കിൽ ആകാശത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പരീക്ഷണം കഴിഞ്ഞേക്കണു. ബാക്കി ഒരു വിധം തെക്കിലേക്കൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ ബ്രഹ്മ സൃഷ്ടിച്ച ആകാശം ആവശ്യമാണ്, അത് വേണം. ഇനി കുലാലിനോ? കുലാലിന് വേണ്ട, കുലാലിനും വേണം. അതായത് ആ മണ്ണിങ്ങനെ ഉരുളായിട്ട് വെച്ച് കഴിഞ്ഞാൽ പാത്രം പോലെ ആവുക. അതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്നും ഇല്ലാത്ത സ്ഥലം വേണ്ടേ? എന്നാലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലാത്ത സ്ഥലം. ഇപ്പോൾ കുലാലിൻ്റെ സൃഷ്ടിക്കുന്നത് വേണ്ട ആകാശം വേണ്ടേ? ആ വല്ലാതെ മണ്ണിങ്ങനെ ഉരുളാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഉള്ളിൽ നിന്ന് ആവശ്യമില്ലാത്ത മണ്ണൊക്കെ എടുത്ത് കളഞ്ഞ് അത് പാത്രത്തിൻ്റെ രൂപത്തിലാക്കി എടുക്കും. അപ്പോൾ ആകാശം എന്നുള്ള അത് വേണം. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ 5 വേണം കണ്ടുവരും. ബ്രഹ്മാവിനും വേണം, കുലാലിനും വേണം. അതാ ഞാൻ പറഞ്ഞ 2 പേരും ഒരു സാധനങ്ങളെ കൊണ്ടാണ് സൃഷ്ടിക്കണത്. എന്നാലും താൻ പറഞ്ഞു കുലാലിനെയും ബ്രഹ്മാവിനെയും ഒരുപോലെ ആക്കിയല്ലോ എന്ന് വിചാരിക്കുക. എനിക്ക് തോന്നണേ ബ്രഹ്മാവ് ഇപ്പോൾ കുലാലിനാവാൻ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നാണ് സംശയിക്കണം. എന്താ കുലാലിനായാലേ പ്രയോജനമില്ല, ബ്രഹ്മാവായിട്ടിരുന്ന ഒരു പ്രയോജനമില്ല. എന്നാൽ കുലാലിനെ പോലെയുള്ളവർക്കാണ് എന്തെങ്കിലും പ്രയോജനമുള്ളത്. അപ്പോൾ താൻ പറഞ്ഞ് ആ ബ്രഹ്മാവിനെയും കൂടി കുലാലിനാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞതല്ല. യാതൊരു കർമ്മത്തിൻ്റെ വൈഭവം തന്നെ ആ കർമ്മാണ് ഈ ബ്രഹ്മാവിനെ കുലാലിനെയും ഒരുപോലെ ആക്കേണ്ടായത്. ഇനി സൃഷ്ടിയുടെ കാര്യത്തിലല്ല, രൂപത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കോളൂ. ഇല്ലേ? ഈ കാണുന്നതൊക്കെ ബ്രഹ്മ സൃഷ്ടിപ്പെട്ടതാണ്. നോക്കൂ, എല്ലാം ഒരുപോലെയാണോ? ഇതിൻ്റെ രൂപമല്ല ഇതിൻ്റെ, ആ രൂപമല്ല അതിൻ്റെ രൂപം വേറെ. ഇല്ലേ? എല്ലാം വേറെയാ. കുലാലിൻ്റെ സൃഷ്ടി എങ്ങനെ തന്നെയാ? അല്ലേ? കലം പോലെയല്ല കുടം ഇരിക്കുക, കുടം പോലെയല്ല ചെറാത്, അതുപോലെയല്ല വേറൊന്ന്. എല്ലാം രൂപവ്യത്യാസമുണ്ട്. അപ്പം ആ കാര്യത്തിലും സമാനതയുണ്ട്. ഇല്ലേ? ഇനി ശബ്ദത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കോളൂ. അതെ, എല്ലാത്തിൻ്റെ ശബ്ദം ഒരുപോലെ ആവില്ല. ഇതിൻ്റെ ശബ്ദം പോലെ ആവില്ല ഇതിൻ്റെത്, അതുപോലെ ആവില്ല ഇതിൻ്റെ ശബ്ദം. ഇല്ലേ? അത് കേൾക്കാൻ വിളിച്ചേ ഇട്ടാസോ പാച്ചോ നീലാണ്ട അത്രയേ ഉള്ളൂ. ഒക്കെ വേറെ ഉള്ളൂ, അല്ലാതെ ഒരുപോലെ ഉണ്ടാവില്ല. കുലാലിൻ്റെ സൃഷ്ടിയിൽ അങ്ങനെ തന്നെയാ. നോക്കിക്കോളൂ, ആ കലത്തമ്മ കൊട്ടുന്ന ശബ്ദമാവില്ല, കുറത്തമ്മ കൊട്ടുമ്പോൾ കേൾക്കുക. ഇല്ലേ? എനിക്കറിയാം, കുറത്തുമ്പോൾ ഒരു ദിവസം കൊട്ടുമ്പോൾ കേട്ടിട്ടുണ്ടാവും. ആ ശബ്ദമാവില്ല കഴുത്തുമ്പോൾ കൊട്ടുക, അതുപോലെ ചരാതുമ്പോൾ കൊട്ടുക. ആ ശബ്ദത്തിനും വ്യത്യാസമുണ്ട്. ഇല്ലേ? അപ്പോൾ ആ കാര്യത്തിലും സമാനതയുണ്ട്. ഇനി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കോളൂ. ഇല്ലേ? ഇതിൻ്റെ ഉപയോഗമല്ല ഇതിനെ കൊണ്ട്. ഇല്ലേ? ഇതിനെ കൊണ്ടാണ് നമുക്ക് ഇനി ഉപയോഗമുള്ളത്. വെറുതെ വിടണ്ടാട്ടോ, പിടിച്ചു വെച്ചോളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഉപയോഗമുള്ളതാണ്. എന്നാലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു. ലക്ഷ്മി ഉണ്ടെങ്കിൽ സരസ്വതി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഉപയോഗമല്ല ഇതിനെ കൊണ്ട്, അതിൻ്റെ പ്രയോജനമില്ല ഇതിനെ കൊണ്ട്. ഇല്ലേ? അതുപോലെ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിലും കുടത്തിൻ്റെ ഉപയോഗമല്ല കലത്തിനുള്ളത്, കലത്തിൻ്റെ ഉപയോഗമല്ല ചട്ടിക്കുള്ളത്, അതിൻ്റെ ഉപയോഗമല്ല വേറെ ഒന്നില്ല. അപ്പോൾ അത് സമാനമായിട്ടുള്ളതുണ്ട്. ഇനി ബ്രഹ്മസൃഷ്ടിയിൽ ഒരു ഉപയോഗവും ചെയ്യാത്തുണ്ടോ? ഇല്ലേ? ഒരു പ്രയോജനവും ചെയ്യാത്തത്. അങ്ങനെ പെട്ടുപോയില്ലോ എന്ന് വിചാരിച്ചു ഒരു ഉപയോഗവും ഇല്ല, എന്നാൽ ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയല്ലേ ബ്രഹ്മ സൃഷ്ടിപ്പെട്ടത്? എത്രണ്ണമുണ്ട്? അധികം അങ്ങനത്തെയാണ്. കുലാലിൻ്റെ സൃഷ്ടിയിലും ഉണ്ട്. അതായത് ഉണ്ടാക്കണേടയ്ക്ക് അങ്ങനെ ഒരു പൊട്ട് വീണാൽ കഴിഞ്ഞു. ഇല്ലേ? പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? മണ്ണുണ്ടാക്കണേ ഒരു പാത്രത്തിന് ഓട്ട വീഴേ അല്ലെങ്കിൽ പൊട്ടിപ്പോയാൽ പിന്നെ ഒന്നും വിചാരിച്ചാൽ കളയാൻ ബുദ്ധിമുണ്ടോ? അതിനെവിടെയെങ്കിലും മാറ്റി വയ്ക്കും. ഇപ്പം എന്തായി? ഉപദ്രവത്തിനായി, സ്ഥലം മെനക്കെടുത്താനായിട്ട്. അപ്പോൾ
അങ്ങനെ നോക്കുമ്പോഴും ഇതാണ്. ഇങ്ങനെ ഏതവസ്ഥകളെ കൊണ്ട് ചിന്തിച്ചാലും വേണ്ടില്ല, ബ്രഹ്മാവും കുലാലനും ഒരുപോലെയാ. അതാ ഞാൻ പറയേണ്ടായത്. ബ്രഹ്മാണ്ടഭാണ്ഡോദരേ ബ്രഹ്മാ ഏന കുലാലവൻ നിയമിത. ബ്രഹ്മാണ്ടഭാണ്ഡോദരത്തിങ്കൽ ആ ബ്രഹ്മാവ് യാതൊന്നിനാൽ കുലാലനോട് സമാനായിട്ട് ഭവിക്കുന്നു. യാതൊരു കർമ്മം ഈ ബ്രഹ്മാവിനെ കുലാലനെ ഒരുപോലെ ആക്കിയിട്ടുണ്ട്. ഒരു വ്യത്യാസമില്ല. ഓ, എന്നാലും എനിക്കങ്ങോട്ട് സമ്മതിക്കാൻ പറ്റില്ലടൂ. പ്രപഞ്ച സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവും ഈ മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കണം കുലാലിന് ഒരുപോലെയാണ് താനങ്ങോട്ട് പറയുമ്പോഴേ പറയുമ്പോൾ എല്ലാം ശരിയാന്ന് പറഞ്ഞിട്ടാ ഞാനും എനിക്ക് അങ്ങോട്ട് സമ്മതിച്ചു തരാൻ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇത്ര വിഷമം തോന്നുന്നുണ്ടോ? രണ്ടുപേരും ഒരുപോലെന്ന് പറയുമ്പോൾ? ഒരുപോലെ വേണമെന്നുള്ള ആളാന്ന് എനിക്കറിയാം, എല്ലാം ഒരുപോലെ അതൊന്ന് മോഹമുള്ള ആളാന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, രണ്ടുപേർക്കും ഉണ്ട്. ഒന്ന് ആദ്യമാണ്, ഒന്ന് അവസാനാന്നേ ഉള്ളൂ. എന്താ നിശ്ചയമുണ്ടോ? എന്താ ആലോചിക്കണേ? താൻ ഇന്നിരുന്ന് മുഴുവൻ ആലോചിച്ചാലും തോന്നില്ല, എനിക്ക് സംശയമില്ല. ഞാൻ പറയുക വേദം അല്ലെങ്കിൽ സമയം പുറത്ത് പോകുന്നേ ഉള്ളൂ. എന്താ ബ്രഹ്മസൃഷ്ടിയിൽ ഉപയോഗമൊക്കെ കഴിഞ്ഞാൽ അവസാനമാണ് ചുട. കുലാലിന്റെ സൃഷ്ടിയിലെ ചുടല ആദ്യം അങ്ങനെ കഴിയും, പിന്നെയാണ് ഉപയോഗം ഉണ്ടാവുക. ഇതാണ് വ്യത്യാസമുള്ളൂ. ബ്രഹ്മസൃഷ്ടിപ്പെട്ടതിന് ഉപയോഗമൊക്കെ കഴിഞ്ഞ അവസാനം കൊണ്ട് അയാൾ ചുടും. കുലാലിന്റെ ചുടല ആദ്യം അങ്ങനെ കഴിയും, പിന്നെയാണ് ഉപയോഗം ഉണ്ടാവുക. ഇതാണ് വ്യത്യാസം. രണ്ടുണ്ട്, ഒന്ന് ആദ്യമാണ്, ഒന്ന് അവസാനമെന്നേ ഉള്ളൂ. ഇങ്ങനെ ആ ബ്രഹ്മാണ്ടഭാണ്ഡോദരത്തിങ്കൽ ആ ബ്രഹ്മാവ് യാതൊരു കർമ്മത്തിന്റെ വൈഭവം ഹേതുവായിട്ട് കുലാലിനോട് സമനായിട്ട് ഭവിച്ചേക്കണു. അതാണ് ഞാൻ പറയേണ്ടായത്. ഞാൻ താൻ പറഞ്ഞു പറഞ്ഞ് 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 ബ്രഹ്മാവ് കർമ്മവൈഭവത്തോട് കൂടിയ ആളാന്നാക്കി തരുതേ. അടുത്ത ആള് അങ്ങനെ ആവില്ല, സംശയമില്ല. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സംഭവം ആദ്യം ബ്രഹ്മാവ് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞേ. അപ്പൊ തനിക്ക് ബോധ്യം പറ്റില്ലേ? ബ്രഹ്മാവിന്റെ പോലെയല്ല അയാൾ, അതല്ല അയാളുടെ കർമ്മവൈഭവം അറിയാം. അടുത്ത ആളാരാ? ആ പ്രപഞ്ച രക്ഷകർത്താവായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ വിഷ്ണു. ആ വിഷ്ണു കർമാധീനാണ്. പ്രപഞ്ച സൃഷ്ടി പ്രപഞ്ച രക്ഷകർത്താവായിരിക്കുന്ന ലോകരക്ഷാപുരുഷനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ കർമാധീനാണോ? കർമാധീനാണ്. ആ വിഷ്ണുവിന്റെ കർമാധീനത വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ കർമാധീനത ഭേദാന്നു. എന്താണോ വിഷ്ണുവിന്റെ കർമാധീനത? വിഷ്ണു ദശാവതാരഗഹനേ മഹാസംഗരേ ക്ഷിപ്ത. വിഷ്ണു ദശാവതാരമാകുന്ന മഹാസങ്കടത്തിങ്കൽ ക്ഷിപ്തനായി ഭവിക്കണു. വിഷ്ണു 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 എന്ന് പറഞ്ഞാൽ വിശ്വംബരം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവൻ. അതാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ. വിഷ്ണു വിഷ്ണു എന്ന് പറയാനുള്ള കാരണം വിശ്വത്തിങ്കൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന രൂപത്തോടു കൂടിയവനായോണ്ടാണ് വിഷ്ണു വിഷ്ണു എന്ന് പറയാനുള്ള കാരണം. ആ വിഷ്ണു ദശാവതാരഗഹനേ മഹാസങ്കടേ ക്ഷിപ്ത. ആ ദശാവതാരഗഹനമാകുന്ന മഹാസങ്കടത്തിങ്കൽ ക്ഷേപിക്കപ്പെട്ടേക്കണു, പതിച്ചേക്കണു വിഷ്ണു. ആ വിഷ്ണു അനന്താ യാതൊരു കർമ്മത്തിന്റെ വൈഭവം തന്നെ, യാതൊരു കർമ്മത്തിന്റെ വൈഭവം ഹേതുവായിട്ട് പ്രപഞ്ച രക്ഷാകർത്താവായിരിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണൻ ദശാവതാരമാകുന്ന ഗഹനത്തിങ്കൽ ക്ഷേപിക്കപ്പെട്ടേക്കണു, പതിക്കപ്പെട്ടേക്കണു. ദശാവതാരമാകുന്ന ഗഹനം എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ അവതാരം അവതാരം എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, എന്നാണ് അവതാരം എന്ന് പറയാ അല്ലേ? വിഷ്ണു ജനിക്കേ? ആ ഞാൻ പറഞ്ഞു കേട്ടല്ലേ, താനാണ് ആദ്യമായിട്ട് പറയുന്നത്. വിഷ്ണു ജനിച്ചു, വിഷ്ണു മരിച്ചു. ഇന്നെന്താ അവധി? ഇന്ന് വിഷ്ണു മരിച്ചോണ്ടാ. ഇന്നെന്താ? ഇന്ന് വിഷ്ണു ജനിച്ചു. താനാണല്ലാതെ ഒരാള് എടോ ആ വിഷ്ണു എന്നുവെച്ചാൽ ദശാവതാരം. അവതാരം എന്ന് പറഞ്ഞാണ്ടാ
അവതരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് തന്നെയാണ് അല്ലേ? അത് അദ്ദേഹം മഹായോഗ്യനായോണ്ട് അവതാരം എന്ന് പറയുന്നു. സാധാരണക്കാരനാണെങ്കിൽ ജനിച്ചു എന്ന് പറയും, മരിച്ചു എന്ന് പറയും. ഇത് ദശാവതാരഗഹനേ മഹാസങ്കടേ ക്ഷിപ്ര, ദശാവതാരമാകുന്ന മഹാസങ്കടത്തിങ്കൽ പഠിച്ചു നിന്ന് ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക. ഇതാണ് വിഷ്ണുവേ അല്ലേ? ഒരു തവണ ജനിച്ചു കഴിഞ്ഞാൽ ആ ജന്മം പൂർത്തീകരിക്കാനായിട്ട് എത്ര തവണ അനുഭവിക്കണം ഇല്ലേ? ഒരു ജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജന്മം ഒന്ന് പൂർത്തീകരിക്കണം. അല്ലെങ്കിൽ മുഴുവനാണെങ്കിൽ എത്ര വിധത്തിലുള്ള സങ്കടങ്ങളും കാര്യങ്ങളും അനുഭവിച്ചാലാണ് ആ സങ്കടം പൂർത്തിയാക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തിങ്കൽ ഈ ജനിക്കുക മരിക്കുക മരിക്കുക ജനിക്കുക എന്നുള്ള ആ മഹാസങ്കടത്തിങ്കൽ ക്ഷിപ്ത പതിച്ചേക്കുന്നതാ പറയണതേ. പതിക്കാഞ്ഞാൽ അതിൽ നിന്ന് മോചനമില്ലാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യമായിട്ടോ പറയണത് ദശാവതാരഗഹനേ, 10 അവതാരങ്ങൾ. പക്ഷേ ചെറുതായിരിക്കുന്ന അവതാരങ്ങൾ വേറെ ഉണ്ട്, പ്രധാനപ്പെട്ടതാണ് 10. ഇങ്ങനെ ഇരിക്കുന്ന ദശാവതാരഗഹനേ മഹാസങ്കടേ ക്ഷിപ്ത, അതിൽ ക്ഷേപിക്കപ്പെട്ടു വീണു, പതിച്ചേക്കണു. ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. വിഷ്ണു ജനിക്കുക മരിക്കുക ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേടോ അവതരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കലല്ലേ? അതതെ. ആ അവതരിച്ചു കഴിഞ്ഞാൽ അതേപോലെയാണോ പിന്നെ ഉണ്ടാവുന്നത്? ഒരു തവണ അവതരിച്ചു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാവുണ്ട്. പിന്നെയാണ് അടുത്ത അവതാരം ഉണ്ടാവുന്നത്. അപ്പൊ മരിക്കുകയല്ലേ ചെയ്യണത് അല്ലേ? ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടായി തീരുന്നതാണ് മരിക്കുക എന്ന് പറയുക അല്ലേ? ഇപ്പൊ ഒരവതാരം ഉണ്ടായി കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞാൽ അതിൻ്റെ അവതാരോദ്ദേശം കഴിഞ്ഞാൽ അതവിടെ തീരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത അവതാരം ഉണ്ടാവുക ചെയ്യണത്. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണമെന്നല്ലേ? ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്താ? ലോകരക്ഷയാണ്. ലോകത്തിങ്കൽ അധർമ്മം വർദ്ധിച്ച് വശമായിത്തീരുന്ന സമയത്തിങ്കൽ അധർമ്മം കൊണ്ട് ജനങ്ങളെ എന്തെന്നില്ലാതെ കണ്ട് ദണ്ഡിച്ചുകൊണ്ട് വശമാകുന്ന സമയത്തിങ്കലാണ് അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലേ? ആദ്യത്തെ അവതാരം ഏതാ? മത്സ്യമായിട്ട്. വിഷ്ണു മത്സ്യമായിട്ട്. അതെ, ഇപ്പൊ ഈ വെള്ളത്തിൽ കാണുന്നതൊക്കെ വിഷ്ണുവാണ്. അതല്ല, അങ്ങനെ പറഞ്ഞിട്ടാക്കേ എന്താ വെള്ളത്തിൽ കാണുന്നൊക്കെ വിഷ്ണുവാണ്, അതൊരു മത്സ്യം കഴിക്കരുത് എന്നാകും. അങ്ങനെ പറയാനുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടേ പറഞ്ഞത്. അത് കേട്ടോ, വിഷ്ണു മത്സ്യമായിട്ട് ഒരു കാലത്ത് അവതരിക്കേണ്ടായിട്ടുണ്ട് എന്ന്. എന്തായത്? ആ ഹയഗ്രീവൻ ആ ബ്രഹ്മാവിന്റെ മുഖത്തിങ്കൽ നിന്ന് വേദത്തെ അപഹരിച്ച് കാരണജലത്തിങ്കൽ സമുദ്രത്തിൽ പോയി അവിടെ ഇരുന്നു. അപ്പോ ആ വേദത്തെ വീണ്ടെടുക്കാനായിട്ടാണ് മത്സ്യമായിട്ട് അവതരിക്കേണ്ടായത്. ആ ഹയഗ്രീവൻ അവൻ ആ ജനിച്ച് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ദേവന്മാർക്ക് എങ്ങനെയാ ശക്തി ഉണ്ടായി തീരുന്നത്, എന്താ അതിന് അടിസ്ഥാനമായിട്ടെന്ന് ചോദിച്ചു. അപ്പൊ മനസ്സിലായി, ഭൂമിയെങ്കിൽ ബ്രാഹ്മണരെ ജനങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് ദേവന്മാർക്ക് ശക്തി പറഞ്ഞു കൊടുക്കുന്നത്, അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് അവന് മനസ്സിലായി. അപ്പൊ അതിനെന്താ പ്രമാണമായിട്ടുള്ളത് നോക്കി. അങ്ങനെ പ്രമാണമായിട്ട് നോക്കിയപ്പോൾ അതിന് വേദാണ് പ്രമാണം എന്ന് അവന് മനസ്സിലായി. അങ്ങനെ വന്ന സമയത്തിങ്കൽ അവൻ ബ്രഹ്മാവിന്റെ മുഖത്തിങ്കൽ നിന്ന് ആ വേദത്തെ അപഹരിക്കുകയുണ്ടായി. അവൻ ആ അവസരം നോക്കി അവിടെ പോയി നിന്നു. അങ്ങനെ നിന്ന് ആ ബ്രഹ്മാവ് ഇടയ്ക്ക് വന്നവൻ മയങ്ങി. എന്താ അപഹരിക്കാൻ പറ്റിയ സമയം നോക്കൂ, നല്ല മയക്കമുണ്ട്. അപ്പോ അങ്ങനെ ആ ബ്രഹ്മാവിന് മയക്കം സംഭവിച്ച സമയത്തെങ്കിൽ അവൻ ആ വേദത്തെ ആ മുഖത്തൊന്നും കൂടെ അപഹരിച്ച് ആ സമുദ്രത്തിൽ ചെന്ന് അവിടെ ഇരിപ്പായി. വേദം അങ്ങോട്ട് ഇല്ലാതായോടുകൂടി കർമ്മങ്ങളെല്ലാം മുടങ്ങിയല്ലോ. എല്ലാത്തിനും പ്രമാണമായിട്ടുള്ളത് വേദമാണ്. ആ വേദത്തിൽ നിന്നാണ് മറ്റുള്ള ആൾക്കാർ ഉത്ഭവിച്ചത്. അപ്പോ ആ വേദത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മറ്റു കർമ്മങ്ങളെല്ലാം സൽക്കർമ്മങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, പൂജാതി കാര്യങ്ങൾ, ഇതൊക്കെ വേദമാണ് ഇതിന് പ്രമാണമായിട്ടുള്ളത്. ആ വേദം ഇല്ലാണ്ടായതോടുകൂടി ഇതൊക്കെ നിന്നു. എന്നാൽ എന്തിനാ ഈ യാഗാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്? ഇല്ലേ, വെറുതെ ചെലവുകാരിക്കാനാണെന്ന് പറയുന്നുണ്ട്. യാഗമൊക്കെ ചെയ്യണത് പ്രയോജനം ഇല്ലാത്തതുകൊണ്ടാണ്, അതതിൻ്റെ ഗുണദോഷം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ യാഗം ചെയ്യുന്ന ആളുടെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല.
എന്തിനാ യാഗാദി കർമ്മങ്ങൾ ചെയ്യേണ്ടത്? ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യാഗം തുടങ്ങിയിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടത്. എന്താ യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യം എന്താ? ആ വഷാദി ദുഃഖള് തുടങ്ങിയിരിക്കുന്നത് വേണ്ട സമയത്ത് വേണ്ട പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മഹാമാരികള് മഹാവ്യാധികള് തുടങ്ങിയിരിക്കുന്നു ഇല്ലാതെ കണ്ട് എല്ലാ ജനങ്ങൾക്കും സുഖമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടാണ് യാഗാദി കർമ്മങ്ങൾ തുടങ്ങിയിരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത് അല്ലേ? അപ്പൊ അത് ഇല്ലാണ്ടായപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഓരോന്നുണ്ടായി തീർന്നത് അല്ലേ? എന്താ ഇപ്പോ ഏതെങ്കിലും ഒന്നും ഇല്ലാണ്ട് ഉണ്ടായിണ്ടോ? ഒന്നില്ലെങ്കിൽ മഹാമാരി, അല്ലെങ്കിൽ പ്രളയം, അല്ലെങ്കിൽ വ്യാധി, ഏതെങ്കിലും ഒഴിഞ്ഞിട്ടൊരു കാലം ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടയ്ക്ക്? നോക്കിക്കോളൂ, പറഞ്ഞാൽ കുറ്റം പറയാനൊന്നും ഇല്ല. ഇതുപോലൊരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. പിന്നല്ല ഒന്നാണത് എന്താ എങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ഇല്ലേണ്ടേ. സൽക്കർമ്മങ്ങൾ ഇല്ലാന്ന് തന്നെയല്ല, ആ സൽക്കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്യാൻ പുറപ്പെട്ട അതിനെ മുടക്കവും കൂടെ ചെയ്യും. അപ്പൊ പിന്നെ നിർത്തിയൊന്നുമില്ല ഇല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ പലരും പോയിട്ട് ഒന്നും കാണാത്ത തിരിച്ചു പോയി എന്നൊക്കെ കേൾക്കണ്ടേ? തിരക്ക് കാരണം. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കേൾക്കണ്ടായിട്ടുണ്ടോ? എന്താ അത്? ഇതന്നെ കാര്യം. എന്താ വേണ്ട ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യേണ്ടത് ആരാ? രക്ഷിക്കണവരുടെ ചുമതലയാണ്. ആരാണോ രക്ഷിക്കുന്നത്, ആരാണോ ഭരിക്കുന്നത്, അവരാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അത് ചെയ്യിപ്പിക്കുകയും വേണം, അവർ ചെയ്യുകയും വേണം. എങ്കിലേ വേണ്ട വിധത്തിൽ വേണ്ട പല കാര്യങ്ങൾ നടക്കുള്ളൂ. ഇന്ന് ഇല്ലാതെ ആയതാണ് ഈ ദുരിതത്തിനൊക്കെ കാരണമായിട്ട് തീർന്നത്. അത് അനുഭവിക്കേണ്ടി വരുന്നതോ അവരുടെ കീഴിലുള്ളവരും ജനങ്ങൾ അല്ലേ? അപ്പോ ഇവിടെ ഈ വേദം ഇല്ലാതെ ആയതോടുകൂടി ആ കർമ്മങ്ങൾ മുഴുവൻ നരച്ചു. അതോടുകൂടി ദേവന്മാർക്ക് നിവൃത്തിയില്ലാണ്ടേ. അപ്പൊ അങ്ങനെ വന്നപ്പോ ദേഹം മത്സ്യമായിട്ട് അവതരിക്കേണ്ടായത്. ആ സതമാല എന്ന രീതിയിലത്ത് ആ മഹർഷി ദുർവാസാ മഹർഷി അഗസ്ത്യ മഹർഷിയുടെ കയ്യിലാണ് മത്സ്യമായിട്ട് അവതരിക്കേണ്ടായത്. ദേഹം സന്ധ്യാവനത്തിന് വേണ്ടി വെള്ളം എടുത്തപ്പോൾ കയ്യിൽ മത്സ്യത്തിന് കണ്ടപ്പോൾ വേഗം നിലത്തേക്ക് വെച്ചു. ആദ്യം എടുത്തപ്പോൾ ആദ്യം കണ്ട് അങ്ങനെ വന്നപ്പോൾ തോന്നി എന്തോ ഭയപ്പെട്ടിട്ടാണ്, വലിയ മത്സ്യങ്ങൾ പിടിച്ച് ഭക്ഷിക്കുമെങ്കിലോ എന്ന് വിചാരിച്ച് ഭയപ്പെട്ടിട്ടാണോ വിചാരിച്ച് വേഗം തൻ്റെ കമണ്ടലൂലെ വെള്ളത്തിലേക്കാണ് വെച്ചു. അതിന് സന്ധ്യാവനാദി കർമ്മങ്ങൾ ചെയ്യുന്ന ആശ്രമത്തിലെത്തിയപ്പോഴേക്കും അത് കമണ്ടലിലൂടെ വലുതായി തീർന്നു. അങ്ങനെ വലുതായി തീർന്നപ്പോൾ വേഗം അതിനുള്ള സമീപത്തെങ്കിലുള്ള ജലാശയത്തിൽ അവിടെ ഇട്ടു. ആ ജലാശയത്തിൽ കൊണ്ടുവിട്ടപ്പോൾ ആ ജലാശയത്തിനൊക്കെ വലിപ്പം വെച്ചു. വേഗം അതിനെ കൊണ്ടുപോയി സമുദ്രത്തിലിട്ടു. അവിടേക്ക് എത്തലാണ് ആവശ്യം അദ്ദേഹത്തിന്. ആ സമുദ്രത്തിലിട്ട സമയത്തെങ്കിൽ അവിടെ ചെന്ന് ആ ഹയഗ്രീവനെ നിഗ്രഹിച്ച് ആ വേദം വീണ്ടെടുത്ത് കൊണ്ടുവരേണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മത്സ്യമായിട്ട് അവതരിക്കേണ്ടായി ആദ്യം. കാരണം യാതൊരു കർമ്മത്തിന്റെ വൈഭവം തന്നെ ആ മത്സ്യമായിട്ട് അങ്ങനെ അവതരിച്ചു. പിന്നീട് കൂർമ്മമായിട്ട് ഇതിനെ കൂർമ്മമായിട്ട് അവതരിക്കേണ്ടായത് ആ ദുർവാസാവു മഹർഷിയുടെ ശാപം നിമിത്തം ദേവന്മാർക്ക് ജരാനരകൾ വന്ന് സംഭവിച്ച സമയത്തെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് പാലാഴിമഥനം ചെയ്യാനായിട്ട് മന്ധരം പർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കിക്കൊണ്ടും ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴിമഥനം ചെയ്യേണ്ടായി. അങ്ങനെ മഥനം ചെയ്യുന്ന സമയത്തെങ്കിൽ ആ മന്ധരം പർവ്വതം കീഴ്പോട്ടങ്ങോട്ട് ഇരുന്നു. അപ്പൊ എന്തായി? മഥനം ചെയ്യാൻ നിർത്തിയില്ലാണ്ട് വന്നു. അങ്ങനെ വന്ന സമയത്തെങ്കിൽ ദേഹം കൂർമ്മമായിട്ട് അവതരിച്ചു. പുറത്തിന് തോടന് നല്ല ശക്തിയുള്ളതെങ്കിലേ പറ്റുള്ളൂ. എന്നാണ് കൂർമ്മമായിട്ട് അവതരിക്കുക. അങ്ങനെ അവതരിച്ച് ആ മന്ധരം പർവ്വതത്തെ ഉയർത്തി നിർത്തിക്കൊണ്ടിരുന്നു ആ പാലാഴി മഥനം കഴിയണവരെ. അങ്ങനെ കൂർമ്മമായിട്ട് അവതരിക്കേണ്ടായി. അടുത്തതായിരിക്കാം എന്തായാലേ നീർക്കോലിയായിട്ട് വിഷ്ണു. ഈ വെള്ളത്തിൽ കാണുന്നതൊക്കെ അല്ലേ? വെള്ളത്തിൽ കാണുന്നതൊക്കെ വിഷ്ണു എന്നാ വിജയ്. നീർക്കോലിയല്ല പിന്നെ വരാഹായിട്ട്. അപ്പോ വെള്ളത്തിൽ നിന്ന് കരക്കി കയറി വരാഹമായിട്ട്. എന്തിനാ? ആ ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ തൊടുത്ത് കാതിലിട്ട് പാതാളത്തിൽ ചെന്നിരുന്ന സമയത്തെങ്കിൽ ആ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാനായിട്ട് ആ വരാഹായിട്ട് അവതരിക്കേണ്ടായി. അങ്ങനെ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ഭൂമിയെ വീണ്ടെടുത്തു കൊണ്ടുവരാനായിട്ട് വരാഹായിട്ട് അവതരിച്ചു. അതുപോലെ നരസിംഹമായിട്ട് ആ പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട്. ഹിരണ്യവശുവോ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം മേടിക്കേണ്ടായി. തൻ്റെ അനുജനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ വിഷ്ണു വരാഹമായിട്ട് നിഗ്രഹിച്ചു എന്ന് പറഞ്ഞ സമയത്തെങ്കിൽ
ആ വിഷ്ണുവിനെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്യേണ്ടത്. അങ്ങനെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത സമയത്തെങ്കിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് മരണം സംഭവിക്കരുത് ആവശ്യപ്പെടേണ്ടത്. പറഞ്ഞു, അത് എനിക്ക് തരാൻ നിർത്തിയില്ല, ജനിച്ചാൽ ആർക്കായാലും മരിക്കണം. അപ്പം എൻ്റെ അവസ്ഥ കഴിഞ്ഞാൽ ഇത്ര യുഗം കഴിഞ്ഞാൽ എനിക്കും അത് അനിവാര്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് മരിക്കാതിരിക്കാൻ നിർത്തിയില്ല, ജനിച്ചാൽ മരിക്കേണ്ട നിർത്തിയില്ല. അതുകൊണ്ട് വേറെ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. അപ്പം ആലോചിച്ചപ്പോൾ തോന്നി എന്താ വേണ്ടേ, മരിക്കാനുള്ള ഉപായം എന്താണെന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ പറയുന്ന പ്രകാരത്തിൽ വേണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഭൂമിയിൽ വെച്ച് മരിക്കാൻ പാടില്ല, ആകാശത്ത് വെച്ച് മരിക്കാൻ പാടില്ല, പിന്നെ ആയുധം കൊണ്ട് പാടില്ല, അതുപോലെ രാത്രി പാടില്ല, പകല് പാടില്ല, മനുഷ്യൻ പാടില്ല, മൃഗം പാടില്ല. ഇങ്ങനെ എങ്ങനെയൊക്കെ മരിക്കാൻ പറ്റാതിരിക്കുന്ന വെച്ചാൽ ആ വരങ്ങളൊക്കെ ചോദിച്ചു. ബ്രഹ്മാവ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ബ്രഹ്മവരം കൊണ്ട് അഹങ്കാരമായിട്ട് സകല ജനങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞൂടെയും. അപ്പോ അങ്ങനെ വരുമ്പോ പുത്രനായിരിക്കുന്ന പ്രഹ്ലാദൻ വിഷ്ണുഭക്തനായിട്ടുള്ള ആളാ. അപ്പൊ ആ പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വന്നപ്പോ പ്രഹ്ലാദനോട് ചോദിച്ചു, ഉണ്ണി ആരാ എന്ന ലോകത്തിൽ വെച്ച ഏറ്റവും ശക്തനായിട്ടുള്ള ആളാരാ, ത്രൈലോക്യനാഥനായിട്ടുള്ള ആള് ആരാണ് എന്ന് ചോദിക്കണ്ടായി. അങ്ങനെ ചോദിച്ച സമയത്തൊക്കെ പറഞ്ഞു, ഛൻ എന്തിനാ സംശയിക്കുന്നത്, സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് ത്രൈലോക്യനാഥനായിട്ടുള്ളത്. അങ്ങനെ കേട്ടോ, ആഹാ ശ്രീനാരായണോ, എൻ്റെ ശത്രുവായിട്ടുള്ള ശ്രീനാരായണോ, കഴുത്തിൽ പിടിച്ചിട്ട് അള്ള അങ്ങോട്ട് കൊടുക്കേണ്ടായിരുന്നു മടിയനെ. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നിന്റെ ശ്രീനാരായണൻ ഇരിക്കുന്നത്, എവിടെയായിരുന്നാലും വേണ്ടി എപ്പോൾ കഥ കഴിക്കേണ്ട, എവിടെയാ അവൻ്റെ ഇരിപ്പെന്ന് ചോദിച്ചു. എവിടെയാന്ന് അച്ഛൻ സകല ദിക്കിലുണ്ട്, ജലത്തിലും ഉണ്ട്, ആകാശത്തും ഉണ്ട്, വായുവിലും ഉണ്ട്, ചരങ്ങളിലും ഉണ്ട്, ജരാചരങ്ങളിൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന തേജസ് അല്ലെ ജീവൻ എന്ന് പറഞ്ഞാൽ ദേഹമാണ്. എന്നാൽ ഈ തൂണിലുണ്ടോ, അവിടെ വലുതായിരിക്കും സ്തംഭം ഉണ്ടായിരുന്നു, ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. ഓ അച്ഛൻ ആ തൂണിലുണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ തന്നെ അവൻ്റെ കഥകൾ കഴിക്കുള്ളൂ. ഞാൻ തൂണിൽ അങ്ങോട്ട് വെട്ടുണ്ടായി. ആ വേട്ടയോടുകൂടി ആ സ്തംഭം അങ്ങനെ പറഞ്ഞ് അതിൽ നിന്നാണ് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചത്. എന്താ അത് പാകത്തിനാക്കണേ, ആ ബ്രഹ്മാവ് കൊടുത്ത വരം വെറുതെ ആവാൻ പറ്റില്ലോ. അപ്പൊ എന്താ, നരനല്ല മൃഗമല്ല, പാതി മനുഷ്യനും പാതി മൃഗമായിട്ടാണ്. അതുപോലെ പിന്നെന്താ പറഞ്ഞത്, പകലരുത് രാത്രി അരുതെന്ന് സന്ധ്യാസമയത്തെങ്കിൽ. പകലും രാത്രിയും ചേരുന്ന സമയമാണ് സന്ധ്യാസമയം. അതുകൊണ്ടാണ് ആ സമയത്തെങ്കിൽ ഭക്ഷണങ്ങൾ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ, പകലും രാവും കൂടെ ചേർന്ന സമയമാണ്. അപ്പം അവിടുത്തെ അതിന് ശക്തി കൂടും. മാത്രമല്ല അവിടെ വിഷമയമായിരിക്കുന്നതിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്തൊന്നും ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും. അധികവും ആ സമയത്താണ് കഴിക്കലും. അപ്പോൾ ആ രാവല്ല പകലുമല്ല. പിന്നെന്താ വേണ്ടേ, ആകാശത്ത് വരുന്ന ഭൂമിയിലിരുന്ന തൻ്റെ മടിയിലങ്ങെടുത്ത് കെടുത്തി. പിന്നെന്താ, ആയുധം കൊണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. നഖം അവിടെ മാറിലേക്ക് അവിടെ കുത്തി ഇറക്കി മാറ് വളർന്ന് ആ ഹൃദയം എടുത്തങ്ങൾ ഭക്ഷിച്ച് ആ ഹിരണ്യകശുവിനെ നിഗ്രഹിക്കേണ്ടായി. ഇങ്ങനെ ആ ഹിരണ്യകശുവിനെ നിഗ്രഹിക്കാനായിട്ട് നരസിംഹമായിട്ട് അവതരിക്കേണ്ടായി. അത് കഴിഞ്ഞ് ആ മഹാബലിയിൽ നിന്ന് ത്രൈലോക്യത്തെ വീണ്ടെടുക്കാനായിട്ട് വാമനനായിട്ട് അവതരിച്ചു. പിന്നീട് ആ ദുഷ്ടക്ഷത്രിയന്മാരെ കൊണ്ട് ഭൂമി നിറഞ്ഞു വശമായ സമയത്തെങ്കിൽ ദുഷ്ടക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാനായിട്ട് പരശുരാമനായിട്ട് അവതരിക്കേണ്ടായി. പിന്നീട് രാവണാദിരാക്ഷസന്മാരെ നിഗ്രഹിക്കാനായിട്ട് ശ്രീരാമനായിട്ട് അവതരിച്ചു. പിന്നീട് ബലഭദ്രനായിട്ട് അവതരിച്ചു. പിന്നെ കൃഷ്ണനായിട്ട്, പിന്നെ ഖഡ്ഗയായിട്ട്. ഇങ്ങനെ ദശാവതാരഗഹനേ മഹാസങ്കടേ വിഷ്ണു ക്ഷിപ്ര. അങ്ങനെ ദശാവതാരമാകുന്ന ഗഹനത്തിങ്കൽ വിഷ്ണു ക്ഷിപ്തനായിട്ട് ഭവിച്ചു, ക്ഷേപിക്കപ്പെട്ടേക്കണു. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. കാരണം എന്താ, യാതൊരു കർമ്മത്തിൻ്റെ വൈഭവം തന്നെ ആ ശ്രീനാരായണന്റെ കർമ്മവൈഭവമാണ് അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോ ലോക പ്രപഞ്ച രക്ഷാകർത്താവായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണനും കർമ്മത്തോട് കൂടിയവനാണ്, കർമാധീനാണ് എന്ന് ബുദ്ധിമുട്ടില്ലേ. ഓ പറഞ്ഞ് 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 കർമാധീനാക്കി. അത് ആക്കിയതല്ല, അങ്ങനെയാണ്. ഓ അടുത്ത ആള് അവനങ്ങനെ ആവില്ല, സംശയമില്ല. ആവില്ല എന്ന് പറയാൻ പറ്റേ. അടുത്ത ആളാരാ, ശ്രീ പരമേശ്വരൻ.
സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ. ആ ശ്രീപരമേശ്വരൻ കർമാധീനാവില്ല, സംശയിക്കും. ഇല്ല എന്നിട്ട് പറയാൻ വരട്ടെ. ആ ശ്രീപരമേശ്വരന്റെ കർമാധീനത വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭേദ. ശംഭു കപാലപാനി പുടക ഭിക്ഷാടനം കുറുവതേ. ശംഭു കപാലപാനി പുടകനായിട്ട് ഭിക്ഷാടനത്തെ ചെയ്തുകൊണ്ട് വർത്തിക്കണു. ശംഭു എന്താ ശംഭു? ശംഭു എന്ന് പറയുന്നത് മംഗളസ്വരൂപനായിട്ടുള്ളത്, മംഗളകർമ്മങ്ങൾക്ക് നാഥനായിട്ടുള്ള ആൾ. അതാണ് ശംഭു. ശംഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആ മംഗളസ്വരൂപനായി സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ കപാലപാണി പുടക ഭിക്ഷാടനം കുറുവതേ. കപാലപാണി പുടകനായിട്ട് ഭിക്ഷാടനത്തെ ചെയ്തുകൊണ്ട് വർത്തിക്കണമെന്ന്. കയ്യില് കപാലപാത്രം, തലയോട്ടിയാകുന്ന പാത്രം വേവിച്ചുകൊണ്ട് ഭിക്ഷയാചിച്ചുകൊണ്ട് നടക്കണു. ഈ കൊല്ലം എന്താ വേണ്ടേ? സംഹാരമൂർത്തിയാണ് ഇത് പറഞ്ഞിട്ട് എന്താ? ഭിക്ഷയച്ചുകൊണ്ട് നടക്കുക. അവനവൻ്റെ ഇടം കഴിച്ചു കൂട്ടാനായിട്ട് ഭിക്ഷയച്ചിട്ടുണ്ട്. ഒരുവിധം കേമന്മാരൊക്കെ പാത്രം എടുത്ത് പുറപ്പെട്ടിട്ടുണ്ട്. എന്താ അത് കർമ്മത്തിൻ്റെ വൈഭവം അല്ലേ? തരണില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, തരണമെന്നും പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, തരായിക എന്നും പറയുന്നുണ്ട്. എന്താ നിശ്ചയിക്കാന്നേ ഉള്ളൂ. എന്തായാലും ഇറന്ന് നടക്കണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോണേ. ഒരുത്തനെ ഇവിടെ കുറെ പണം കൊടുത്ത് ഇരുത്തിയിട്ട് എന്തൊരാവശ്യം എന്ന് വെച്ചില്ല. എന്തായാലും പുറപ്പെടണ്ടെന്നുള്ള കാര്യം തീർച്ചയായും. അപ്പൊ ഇവിടെ ഭഗവാൻ, ആ സംഹാരവാർത്തയായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ കപാലപാണി പുടക ഭിക്ഷാടനം കുറുവതേ. പാലപാണി പുടകനായിട്ട് ഭിക്ഷാടനത്തെ ചെയ്തുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നു. എന്താ അങ്ങനെ അദ്ദേഹത്തിന് കാര്യം വരാനുള്ള കാരണം? ഇങ്ങനെ യാചിച്ച് നടക്കാൻ എന്താ അങ്ങനെ ഒരു കാര്യം? യാതൊരു കർമ്മത്തിന്റെ വൈഭവം തന്നെ കർമ്മാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ജയിച്ചത്. അത് ആ മുമ്പ് ഇത് തമ്മില് ബ്രഹ്മാവും ശ്രീപരമേശ്വരൻ തമ്മിൽ ഒരു മത്സരം ഉണ്ടായി. ഒരു തേജസ് ഇത് വന്ന സമയത്തെങ്കിൽ വിഷ്ണു ബ്രഹ്മാവും തമ്മിൽ മത്സരിച്ചു. ആരാണ് ലോകനാഥനായിട്ടുള്ള ആള്, ത്രൈലോക്യനാഥനായിട്ടുള്ള ആള്? ബ്രഹ്മാവ് പറഞ്ഞു ഞാനാണ്. ഞാൻ സൃഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലൊന്നുമില്ല. ഓ ഞാൻ തന്നെയാണ് ലോകനാഥൻ. വിഷ്ണു പറഞ്ഞു താൻ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ, രക്ഷിക്കണത് ഞാനാണ്. അല്ലേ? ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? രക്ഷിക്കാൻ പറ്റിയില്ലേ പിന്നെ എങ്ങനെയാ കഴിച്ചുകൂട്ടാ? അപ്പൊ ഞാനാണ് രക്ഷാനാഥനായിട്ടുള്ള ആളെന്നായി. രണ്ടുപേരും തമ്മിൽ അന്യോന്യം മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും തമ്മിൽ യുദ്ധം ആരംഭിച്ച സമയത്തെങ്കിൽ അവിടെ ഒരു തേജസ് ഉണ്ടായി തീരുക ചെയ്തു. ആ തേജസ് ഉണ്ടായി തീർന്നപ്പോ അതിൽ നിന്ന് ഒരു അശരീരി കേട്ടു. ഈ തേജസ്സിന്റെ അഗ്രം ആരാണോ കണ്ടുപിടിക്കുന്നത് അയാളാണ് ത്രൈലോക്യനാഥൻ എന്ന് ആ അശരീരി കേൾക്കുണ്ടായി. അങ്ങനെ വന്ന സമയത്തെങ്കിൽ ബ്രഹ്മാവ് ഊർധഭാഗത്തേക്കാണ് പോകേണ്ടായത്. ഞാൻ മുകളിലേക്ക് പോയി കണ്ടുപിടിക്കാനാണെന്ന് ബ്രഹ്മാവ് മുകളിലേക്കാണ് പോയി. ശ്രീനാരായണൻ താഴേക്കും പോയി. അങ്ങനെ ബ്രഹ്മാവ് പോയി ഓരോരോ ലോകങ്ങളങ്ങനെ കഴിഞ്ഞ് ഏറ്റവും വല്ല തീറ്റും അതിൻ്റെ തേജസ് അറ്റം കാണാനില്ല. അങ്ങനെ പോയിരിക്കുമ്പോഴാണ് ഒരു കൈതപ്പൂവ മുകളിൽ നിന്ന് താഴ്ക്കിട്ട് വരുന്നുണ്ട്. ഒന്ന് കണ്ടപ്പോൾ ചോദിച്ചു, അട്ടെ നീ എവിടെന്നാ വേണത് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ സമയത്തെങ്കിൽ കൈതപ്പൂ പറഞ്ഞു ഞാൻ ഈ തേജസ്സിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ് വരണത് എന്ന് പറയണ്ടായി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു എന്നൊരു കാര്യം, നീ എനിക്ക് എൻ്റെ കൂടെ വരണം, എൻ്റെ കയ്യിലിരിക്കണം, എനിക്ക് എൻ്റെ കൂടെ വരണം. അപ്പോൾ എനിക്ക് വരണേനൊന്നും വിഷമില്ല, പക്ഷേ എന്നെ തൊട്ടുകൊണ്ട് വ്യാജം പറയരുത്, കളവ് പ്രവർത്തിക്കരുത്, അങ്ങനെയാണെങ്കിൽ പറയുന്നത്. ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ആ കൈതപ്പൂവും കൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോഴേക്കും ശ്രീനാരായണൻ ആ അധോഭാഗത്തെങ്കിലേക്ക് പോയിട്ട് കാണാതെ മുടങ്ങി വന്ന് ശ്രീനാരായണനും ഇവിടെ എത്തിയിട്ടുണ്ടായി. അപ്പോൾ രണ്ടുപേരും കൂടി ശ്രീപരമേശ്വരൻ്റെ മുമ്പിലാണ് വരികയുണ്ടായത്. വന്നപ്പോൾ ചോദിച്ചു, ബ്രഹ്മൻ അങ്ങ് പോയിട്ട് ഈ തേജസ്സിൻ്റെ അഗ്രം കാണേണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൈതപ്പൂ കയ്യിലിരിക്കണ്ടേ, ഇത് പിടിച്ചോണ്ട് വ്യാജം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉവ്വ എന്നുള്ള അർത്ഥത്തിൽ തല ഇങ്ങനെ കുലുക്കി. തല കുലിപ്പിക്കപ്പോൾ മനസ്സിലായി കളവ് പറയാന്ന്. വേഗം തലയിങ്ങനെ നുള്ളി കളഞ്ഞു. അങ്ങനെയാണ് ഈ 5 തലയുണ്ടായ ആൾ 4 തലയാവാനുള്ള കാരണം. അങ്ങനെ ആ ശിരസ് ഛേദിച്ചങ്ങോട്ട് കളഞ്ഞപ്പോൾ ബ്രഹ്മ എന്താ കാണിക്കേണ്ടായത്?
അങ്ങ് എന്റെ ശിരസ് ഛേദിക്കേ. അതുകൊണ്ട് അങ്ങ് ഈ കപാലപാത്രം എടുത്തുകൊണ്ട് ഭിക്ഷയാചിച്ച് നടക്കാനായിട്ട് ഇടയായി തീരട്ടെ. ഏത് കാലത്തെങ്കിലാണോ ഈ പാത്രം സമ്പൂർണമാകുന്നത് അന്ന് അങ്ങക്ക് ശാപബോധം കിട്ടും എന്ന് ശപിക്കേണ്ടായത്. ഇങ്ങനെ കപാലപാനി പുടക ശംഭു ഭിക്ഷാടനം കുർവതേ. ഇങ്ങനെ ആ പാത്രം എടുത്തോണ്ട് അന്ന് പോയി നടന്നു തുടങ്ങിയതാ യാചിച്ചുകൊണ്ടേ. കാരണം എന്താ, യാതൊരു കർമ്മത്തിന്റെ വൈഭവം തന്നെ ആ കർമ്മമാണ് ഭഗവാനെ കൊണ്ട് ചെയ്യാ, ശ്രീ പരമേശ്വരനെ കൊണ്ട് ഇങ്ങനെ ഭിക്ഷ യാചിച്ച് നടത്തുന്നത്. അപ്പോ ആ സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരനും കർമാധീനാണ്. അപ്പോ ത്രിമൂർത്തികൾ 3 പേരും ബ്രഹ്മാവ് കർമാധീനാണ്, അതുപോലെ വിഷ്ണു കർമാധീനാണ്, ശിവനും കർമാധീനായിട്ടുള്ള ആളാണ്. ബോധ്യപ്പെട്ടില്ലേ? ഓ, ഇതൊന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾക്ക് വില പോവില്ല. നോക്കൂ, പലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം, അയ്യോ ഇയാളെ എപ്പോഴാ അത് നിർത്തണമെങ്കിൽ എപ്പോഴാ അടുത്ത് തുടങ്ങാൻ നോക്കിയിട്ട് ഓരോരുത്തരിക്കുന്നതല്ലേ. എന്താണല്ലേ, ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കണമെങ്കിൽ എന്താ വേണ്ടേ? എന്തെങ്കിലും പ്രത്യക്ഷമായിട്ടുണ്ടാവണം അല്ലേ? എല്ലാത്തിനും ആവശ്യം എന്താ? തെളിവാണ് പ്രധാനം. തെളിവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനും തീരുമാനം ഉണ്ടാവുള്ളൂ. അതിനാസ്പദമാക്കി ഇല്ല അല്ലേ ഏതായാലും തീരുമാനം എടുക്കുക. താനിതൊക്കെ പറഞ്ഞെങ്കിലും വേണ്ടില്ല, അങ്ങനെ കർമ്മത്തിന് വൈഭവം ഉണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെടുത്തണമല്ലേ സ്ഥിരീകരിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യക്ഷമായിരിക്കുന്ന എന്തെങ്കിലും കാര്യം താൻ പറഞ്ഞ ആക്കിയാലേ പറ്റുള്ളൂ. ബോധ്യപ്പെടുത്തി തരാം. ഞാൻ പറയാൻ പുറപ്പെടില്ലേ, ഇത്ര അപകടമാവുന്നെങ്കിൽ ഞാൻ പുറപ്പെട്ടില്ല. ചെയ്യുന്നത് എൻ്റെ ഒരു കർമ്മമായില്ലോ എന്ന് വിചാരിക്കാൻ ഞാനേ ഇങ്ങനെ പുറപ്പെട്ടില്ലേ. എൻ്റെ ഒരു കർമ്മം അല്ലാതെ എന്താ പറയണ്ടേ? അപ്പോ ആ നിത്യം ഉള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടും. ഞാൻ ബോധ്യപ്പെടുത്തി തരാം. സൂര്യാഭ്രാമ്യതി നിത്യമേവ ഗഗനേ. സൂര്യൻ ഭ്രമിച്ചു ഗഗനത്തിങ്കൽ നിത്യമേവ ഭ്രമിച്ചു കൊണ്ട് വശായി തീരണു. സൂര്യൻ ഗഗനമാർഗത്തിങ്കൽ ആകാശത്തിങ്കൽ നിത്യമെന്നോണം സഞ്ചരിച്ചുകൊണ്ട് വശമുണ്ട്. എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് കാണാവുന്നതാണ് ഇല്ലേ? ഇന്നും എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് ആകാശമാർഗത്തിങ്കൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നു. ഉദിച്ചാൽ ഇത്ര നാഴിക കൊണ്ട് അസ്തമിക്കണം, അസ്തമിച്ചാൽ ഇത്ര നാഴിക കൊണ്ട് ഉദിക്കണം. ഇത് മുടക്കം വന്നിട്ടില്ല ഇതുവരെ. സൂര്യൻ അവധിയെടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ കുറെ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ടേ, വയ്യ, ഇന്ന് ഞാൻ അവധിയാ എന്ന് പറഞ്ഞ് എന്താ കഴിഞ്ഞു. നിത്യമുണ്ട്, ഇപ്പോഴും മുടങ്ങാതെ ഇല്ലേ. ഉദിച്ചാൽ ഇത്ര നാഴിക കൊണ്ട് അസ്തമിക്കണം, അസ്തമിച്ചാൽ ഇത്ര നാഴിക കൊണ്ട് ഉദിക്കണം. എന്തേ സൂര്യനത് വേണ്ടോന്ന് വെക്കാത്ത? വേണ്ടെന്ന് വെച്ചൂടെ? മറ്റുള്ളതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മാറ്റാണ് എല്ലാത്തിനും ആവശ്യം. എന്താ ഇത് മാറാത്ത? ഇന്നും സംഭവിക്കുന്നതാണ് ഇല്ലേ? തെക്കേ ചക്രവാളത്തിൽ ഉദിച്ചാൽ ഇത്ര നാഴിക കൊണ്ട് പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കും. അത് കഴിഞ്ഞാൽ ഇത്ര നാഴിക കഴിഞ്ഞാൽ ആദ്യം കിഴക്ക് ഉദിക്കുന്നുണ്ട്. എന്താ എങ്ങനെ സംഭവിക്കുന്നത്? യാതൊരു കർമ്മത്തിന്റെ വൈഭവം തന്നെ. ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഈ സൂര്യന്റെ ആകാശഗമനം എന്നുള്ളത്. ഇങ്ങനെ നോക്കുമ്പോ കർമാധീനന്മാരല്ലാതെ കണ്ട് ആരും തന്നെ ഇല്ല എന്ന് വേണം പറയാം. നീ അവരവരുടെ കർമാധീനത്തെ കുറിച്ച് അങ്ങോട്ട് ചിന്തിച്ചൂല. ഉണ്ടല്ലേ? വല്ലാത്തൊരു കർമ്മല്ലേ നോക്കൂ. ഉണ്ടോ? വല്ലാത്തൊരു കർമ്മമാണ് അത്. എൻ്റെ ഒരു കർമ്മമാണ് നോക്കൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഉറങ്ങേണ്ട വല്ല കാര്യമുണ്ട്. എത്രയോ സ്ഥലങ്ങളുണ്ട്. അപ്പോ ഓരോരുത്തരുടെ കർമാധീനത അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് കർമാധീനന്മാരല്ലാതെ കണ്ട് പ്രപഞ്ചത്തിൽ ആരും തന്നെ ഇല്ല എന്ന് വേണം. അതുകൊണ്ടാണ് പ്രകാരമില്ലാതിരിക്കുന്ന ആ കർമ്മത്തിനെ ഞാൻ നമസ്കരിക്കണു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടില്ലേ എന്താ ഞാൻ കർമ്മത്തിനെ നമസ്കരിക്കാനുള്ള കാരണം? ഒരു വിധം ബോധ്യപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല, സമയം കഴിഞ്ഞു കൊണ്ടാ ഞാൻ പറയാൻ വയ്യായില്ല. അപ്പോൾ ആ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്താ ഒരു വിഷയം പറയുന്ന സമയത്തെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സമയത്തെങ്കിൽ ആ വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. എങ്കിലേ എന്താണെന്നത് ബോധ്യപ്പെടുള്ളൂ. പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, കാണിച്ചാൽ മനസ്സിലാവില്ല.
ഇന്നലെ അനവധി പേര് കാണിക്കണ്ടായില്ലേ? എത്ര പേർക്ക് മനസ്സിലായിണ്ടാവും? അപ്പോൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ പറയാൻ അതിന് വേണ്ടിയിട്ട് തന്നെ അത് പറയണ്ടാവില്ല. അത് പറയാൻ വയ്യായില്ല. അപ്പം എന്നോട് പറഞ്ഞു ഇത് തന്നെ പറയണം, പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കി വേണം പറയാൻ. എന്നോട് കലകൂട്ടി പറയേ ചോദിച്ചു നോക്കൂ, പറഞ്ഞില്ലേ അത്? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ആലോചിച്ച് എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇപ്പം ഇത്ര പറയാറായത്, വെറുതെ പറയല്ല. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കർമാധീരന്മാരെല്ലാവരാകണ്ട് ലോകത്തിങ്കൽ തന്നെ ആരുമില്ല എന്ന് വേണം. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ആ വൈഭവത്തോടു കൂടിയിരിക്കുന്ന ആ കർമ്മത്തിനെയാണ് ഇവിടെ ഞാൻ നമസ്കരിക്കേണ്ടായത്. ശംഭുര്യേന കപാലപാണി പുടകോ ഭിക്ഷാടനം കുർവതേ സൂര്യോഭ്രാമ്യതി നിത്യമേവ ഗഗനേ തസ്മൈ നമഃ കർമ്മണേ. പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നടക്കുന്ന ഈ മഹോത്സവത്തിങ്കൽ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാന ക്ഷേത്രകലാരൂപമായ ചാക്യാർകൂത്തിലൂടെ ആ വിഷയത്തെ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരമൊരുക്കി തന്ന ഭാരതീയ വിദ്യാഭവൻ്റെ എല്ലാവരോടും, അതുപോലെ ഇൻഫോസിസിൻ്റെയും എല്ലാവരോടും, അതുപോലെ ഞങ്ങളുടെ ബഹുമാന്യ സെക്രട്ടറി ശ്രീനിവാസൻ സാറിനോടും മറ്റ് എല്ലാ ഗുരുവര്യന്മാരോടും, അതുപോലെ ഈ കല ആസ്വദിക്കാൻ എത്തിച്ചേർന്ന് നല്ലൊരു സദസ്സൊരുക്കി തന്ന് എന്നോട് സഹകരിച്ച നല്ലവരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകൻ്റെയും പേരിലുള്ള അകൈതവുമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. വരും അവസരങ്ങളിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വിടവാങ്ങട്ടെ. നന്ദി, നമസ്കാരം.